അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ട കൂട്ടുകാരെ, 3-ാം ക്ലാസ്സിലെ ഉലൂമുദ്ദീൻ പാഠം 5 വജഅൽനാ നൗമക്കും സുബാത്ത. ലബീബ ബ്രഷ് ചെയ്തു, വുളൂ ചെയ്തു, വിരിപ്പ് കുടഞ്ഞ് ഭംഗിയായി വിരിച്ചു. ഇഖ്ലാസ്, മുഅവ്വിദത്തൈനി എന്നീ സൂറത്തുകൾ ഓതി 2 കൈകളിൽ ഊതി ശരീരം മുഴുവൻ തടവി. ആയത്തുൽ കുർസി, ഷഹീദല്ലാഹു, ആമനർ റസൂൽ എന്നിവ പാരായണം ചെയ്തു. ബിസ്മിക്കല്ലാഹുമ്മ അഹ്യാ വ അമൂത്തു എന്ന് ചൊല്ലി ഖിബിലയിലേക്ക് തിരിഞ്ഞ് വലതുഭാഗത്തേക്ക് ചെരിഞ്ഞ് വലതു കവിളിന് താഴെ കൈവച്ച് കിടന്നു. ശേഷം ബിസ്മിക റബ്ബി വളഅ്തു ജംബി വബിക അർഫഅഹു ഇൻ അംസക്ത നഫ്സി ഫർഹംഹാ വ ഇൻ അർസൽതഹാ ഫഹ്ഫൾഹാ ബിമാ തഹ്ഫളു ബിഹി ഇബാദക സ്വാലിഹീൻ എന്ന് ചൊല്ലി. ലബീബക്ക് ഉറക്കം വരുന്നില്ല, പല്ല് വേദനിക്കുന്നു. ഉറക്കമെന്ന അനുഗ്രഹത്തെക്കുറിച്ച് ഉസ്താദ് എടുത്ത ക്ലാസ് അവൾക്ക് ഓർമ്മ വന്നു. ഉറക്കം അല്ലാഹു തആലയുടെ വലിയ അനുഗ്രഹമാണ്. ആരോഗ്യകരമായ ഉറക്കം ഉന്മേഷവും ഉണർവും പ്രദാനം ചെയ്യുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നേരത്തെ ഉറങ്ങി നേരത്തെ എഴുന്നേൽക്കുന്ന പതിവുള്ളവരായിരുന്നു. ഇശായിനു മുമ്പ് ഉറങ്ങുന്നതും ഇശായിനു ശേഷം അനാവശ്യ സംസാരങ്ങളിൽ മുഴുകുന്നതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വെറുത്തിരുന്നു. മൊബൈൽ ഫോൺ, TV, അനാവശ്യ സംസാരം പോലെയുള്ള വിനോദങ്ങളിൽ മുഴുകി ഉറക്കമിളക്കരുത്. അത് ആരോഗ്യത്തെയും ബുദ്ധിയെയും മോശമായി ബാധിക്കും. മാത്രമല്ല കറാഹത്തുമാണ്. ഉമ്മാ, പല്ല് വേദനിക്കുന്നു. അവൾ പറഞ്ഞു. ഉമ്മ അല്പം സംസം ജലം നൽകി വേദന ശമിച്ചു. അൽഹംദുലില്ലാഹില്ലദീ അഹ്യാന ബഅദമാ അമാതന വ ഇലൈഹിൻ നുശൂർ. ഉമ്മ ദിക്ർ ചൊല്ലുന്നത് കേട്ട് ലബീബ ഉണർന്നു. ലബീബയും ദിക്ർ ചൊല്ലി. ഉമ്മയും ലബീബയും തഹജ്ജുദ് നിസ്കരിച്ചു. സുബ്ഹ് വരെ ഖുർആൻ ഓതി. ലാ തനം ഇല്ലാ ബി തുഹ്രിൻ വ ദിക്രിൻ. ശുദ്ധിയും ദിക്റുമില്ലാതെ നീ ഉറങ്ങരുത്. ഇനി നമുക്കവിടെ അതിൻ്റെ ദഫ്തർ നോക്കാം. അദ്ദർസുൽ ഖാമിസ് വജഅൽനാ നൗമക്കും സുബാത്ത. ചേരുമ്പടി ചേർക്കുക നസ്വിൽ. ഇഖ്ലാസ് ഉത്തരം ബി ആണ്. സൂറത്തു ഖുൽ ഹുവല്ലാഹു അഹദ്. മുഅവ്വിദത്തൈനി ഇ. സൂറത്തുൽ ഫലഖി വന്നാസ്. ആയത്തുൽ കുർസി ഉത്തരം വരുന്നത് ഡി ആണ്. ഖുർആനിലെ മഹത്തായ ആയത്ത്, അൽ ബഖറയിലെ 255-ാം ആയത്ത്. ബിസ്മിക്കല്ലാഹുമ്മ അഹ്യാ വ അമൂത്തു ഉത്തരം എ ആണ്. ഉറങ്ങുമ്പോൾ ചൊല്ലുന്ന ദിക്ർ. അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനാ ഉത്തരം സി ആണ്. ഉണരുമ്പോൾ ചൊല്ലുന്ന ദിക്ർ. ഇനി നുജീബ് ഉത്തരം എഴുതുക. 1. ലബീബയുടെ പല്ല് വേദന മാറിയതെങ്ങനെ? ഉത്തരം ഉമ്മ അല്പം സംസം ജലം നൽകി. 2. ഉറങ്ങുന്നതിന് മുമ്പ് എന്തെല്ലാം ചെയ്യണം? ഉത്തരം ബ്രഷ് ചെയ്തു, വുളൂ ചെയ്തു, വിരിപ്പ് കുടഞ്ഞ് ഭംഗിയായി വിരിച്ചു. ഇഖ്ലാസ്, മുഅവ്വിദത്തൈനി എന്നീ സൂറത്തുകൾ ഓതി 2 കൈകളിൽ ഊതി ശരീരം മുഴുവനും തടവി. ആയത്തുൽ കുർസി, ഷഹീദല്ലാഹു, ആമനർ റസൂൽ എന്നിവ പാരായണം ചെയ്തു. ബിസ്മിക്കല്ലാഹുമ്മ അഹ്യാ വ അമൂത്തു എന്ന് ചൊല്ലി ഖിബിലയിലേക്ക് തിരിഞ്ഞ് വലതുഭാഗത്തേക്ക് ചെരിഞ്ഞ് വലത് കവിളിന് താഴെ കൈവച്ച് കിടന്നു. ഇനി അടുത്ത കാണാം 3. കിടക്കുന്നതിന് മുമ്പ് വിരിപ്പ് തട്ടിക്കുടയുന്നത് എന്തിന്? ഉത്തരം ക്ഷുദ്രജീവികളുടെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി. 4. ഉറങ്ങുന്നവൻ എങ്ങനെയാണ് കിടക്കേണ്ടത്? ഉത്തരം വലതുഭാഗത്തേക്ക് ചെരിഞ്ഞ് വലതു കവിളിനു താഴെ കൈവച്ച്. 5. ഉറക്കുകൊണ്ടുള്ള നേട്ടങ്ങൾ എന്തെല്ലാം? ഉത്തരം ആരോഗ്യകരമായ ഉറക്കം ഉന്മേഷവും ഉണർവും പ്രദാനം ചെയ്യുന്നു. ഇനി 6-ാമത്തെ ചോദ്യം, തഹജ്ജുദ് നിസ്കാരത്തിൻ്റെ സമയം എപ്പോൾ? ഉത്തരം ഇശാഇനു ശേഷം ഉറങ്ങി എഴുന്നേറ്റ് സുബഹിനു മുമ്പ് നിസ്കരിക്കുന്ന മഹത്തായ നിസ്കാരം. 7-ാമത്തെ ചോദ്യം, ഇശാ നിസ്കാരത്തിനു ശേഷം ചെയ്യൽ കറാഹത്തുള്ള കാര്യങ്ങൾ എന്തെല്ലാം? ഉത്തരം മൊബൈൽ ഫോൺ, TV, അനാവശ്യ സംസാരം പോലെയുള്ള വിനോദങ്ങളിൽ മുഴുകി ഉറക്കമിളക്കരുത്. അത് ആരോഗ്യത്തെയും ബുദ്ധിയെയും മോശമായി ബാധിക്കും. മാത്രമല്ല കറാഹത്തുമാണ്. ഇനി അവിടെ കാണാം നക്തഷിഫ്. മുസഹഫ് നോക്കി കണ്ടെത്തുക. ആയത്തുൽ കുർസി ഖുർആനിലെ ഏറ്റവും മഹത്തായ ആയത്ത്. സൂറത്തുൽ ബഖറ 255-ാമത്തെ ആയത്ത്. ആമന റസൂൽ സൂറത്തുൽ ബഖറയിലെ 285, 286 ആയത്തുകൾ. ഷഹീദല്ലാഹു സൂറത്തു ആലി ഇമ്രാനിലെ
18-19 ആയത്തുകൾ. വജഅൽനാ നൗമക്കും സുബാത്ത സൂറത്തുൻ നബയിലെ 9-ാമത്തെ ആയത്ത്. ഇനി നക്തുബ്, അതുപോലെ തന്നെ എഴുതാനാ ഉറങ്ങാൻ കിടക്കുമ്പോഴുള്ള ദിക്കർ. ബിസ്മിക്കല്ലാഹുമ്മ അഹ്യ വ അമൂത്ത്. 2 ഉണരുമ്പോഴുള്ള ദിക്കർ. അൽഹംദുലില്ലാഹില്ലദി അഹ്യാന ബഅദമാ അമാതന വ ഇലൈഹിൻ നുശൂർ. ഇനി 5-ാമത്തെ വർക്ക് കാണാം. നഖറഉ വ നുബദ്ദിലു മാ തഹ്തഹു ഖത്തുൻ. വായിച്ചിട്ട് അടിയിൽ വരയിട്ട ഭാഗം മാറ്റി വേറെ കൊടുക്കുക. തവല്ലഅത്ത് ലബീബ നഫലത്തിൽ ഫിറാഷ വദക്കറത്ത് വൽത്തജഅത്ത് ലബീബ വനാമത്ത്. അപ്പോൾ അവിടെ മാറ്റിയിട്ട് തവല്ലഅത്ത് ഖദീജ നഫലത്തിൽ ഫിറാഷ വദക്കറത്ത് വൽത്തജഅത്ത് ഖദീജ വനാമത്ത്. ഇങ്ങനെ എഴുതണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.